മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. നാടപ്പറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നാടപ്പറമ്പ് ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ടൗൺ ആഴ്ചയിലൊരിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് ശുചീകരിച്ച് വൃത്തിയാക്കുകയും ചെയ്യും. പരുതൂർ പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് ടൗണുകൾ ഹരിത ടൗണുകളായി മാറ്റുന്നതുമാണ്. മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, മുഹമ്മദ് അലി AK, FP ഉമ്മർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാബു, ഹരിത, കേരള മിഷൻ അംഗം പ്രവീൺ, വ്യാപാരി വ്യവസായ സമിതി അംഗം സിദ്ദിഖ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗം മുഹമ്മദ് ഹാജി, CDS ചെയർപേഴ്സൺ ബാനസീറ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ P, ഹരിത കർമ്മസേന കോർഡിനേറ്റർ K അരുൺകുമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഹരിത പ്രതിജ്ഞയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ വ്യാപകമായി ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു പ്രവണത നമ്മുടെ പഞ്ചായത്തും ക്ലീൻ പരുതൂർ ആയി മാറേണ്ടതുണ്ട്. ഈ വേസ്റ്റുകൾ നിറഞ്ഞ ഒരു പഞ്ചായത്തും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസര പ്രദേശങ്ങളും ഉള്ളത് ആരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. നമ്മൾ സ്വയം വൃത്തിയാകുന്നത് പോലെ വീടും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.